വരും ദിവസങ്ങളിലെ സ്വർണ്ണവില പ്രവചനാതീതമാണ്. ആഗോള വിപണിയിലെ മാറ്റങ്ങൾ ആഭ്യന്തര വിപണിയിലും പ്രതിഫലിക്കുമ്പോൾ സ്വർണ്ണവില കൂടാനും കുറയാനും സാധ്യതയുണ്ട്. പശ്ചിമേഷ്യൻ യുദ്ധത്തിന് പിന്നാലെ ഹോർമുസ് കടലിടുക്ക് അടച്ചതും ക്രൂഡ് ഓയിൽ വില കൂടിയതുമാണ് സ്വർണ്ണത്തിന് തിരിച്ചടിയായത്. സ്വർണ്ണത്തെ സംബന്ധിച്ച് ഒരു ദശാബ്ദത്തിനിടയിലെ ഏറ്റവും മോശം മാസമായിരുന്നു മാർച്ച്. 2013 ജൂണിന് ശേഷമുള്ള ഏറ്റവും വലിയ പ്രതിമാസ ഇടിവാണ് 2026 മാർച്ചിൽ ഉണ്ടായത്. സ്വർണ്ണവിലയിൽ 10% ഇടിവാണ് രേഖപ്പെടുത്തിയത്. മാർച്ചിലുണ്ടായ വിൽപ്പനയിൽ നിരവധി നിക്ഷേപകർ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. ഫെബ്രുവരി 28 ആരംഭിച്ച US ഇറാൻ സംഘർഷം എണ്ണവില കുതിച്ചുയരുന്നതിനും പണപ്പെരുപ്പ പ്രതീക്ഷകൾ ഉയർത്തുന്നതിനും കാരണമായി. ഇത് ട്രഷറി വിളവ് വർദ്ധിപ്പിക്കുകയും ഡോളറിനെ ശക്തിപ്പെടുത്തുകയും ചെയ്തു. വരുമാനക്കുറവ് നികത്താൻ ഗൾഫ് രാജ്യങ്ങൾ സ്വർണ്ണശേഖരം ലിക്വിഡേറ്റ് ചെയ്യുന്നത് വിൽപ്പന സമ്മർദ്ദത്തിന് ആക്കം കൂട്ടിയെന്നും റിപ്പോർട്ടുകളുണ്ട്. ഏപ്രിൽ മാസമായപ്പോൾ സ്വർണ്ണവില ഉയരുന്നതും കുറയുന്നതുമാണ് കാണാൻ സാധിക്കുന്നത്. വരും ദിവസങ്ങളിലും സ്വർണ്ണവില പ്രവചനാതീതമാണെന്ന് സാമ്പത്തിക വിദഗ്ധർ പറയുന്നു. ആഗോള വിപണിയിലെ മാറ്റങ്ങളാണ് ആഭ്യന്തര വിപണിയിലും പ്രതിഫലിക്കുന്നത്. ജനുവരി 29-നാണ് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വിലയിലേക്ക് സ്വർണം എത്തിയത്. ഗ്രാമിന് 16,395 രൂപയും പവന് 1,31,160 രൂപയുമായിരുന്നു വില. സാധാരണഗതിയിൽ യുദ്ധം തുടങ്ങിയാൽ സ്വർണ്ണവില കുതിക്കാറാണ് പതിവെങ്കിലും ഇക്കുറി താളം തെറ്റുകയാണുണ്ടായത്. പശ്ചിമേഷ്യൻ യുദ്ധത്തിന് പിന്നാലെ ഹോർമുസ് കടലിടുക്ക് അടച്ചതും ക്രൂഡ് ഓയിൽ വില കൂടിയതുമാണ് സ്വർണ്ണത്തിന് തിരിച്ചടിയായത്. ക്രൂഡ് ഓയിൽ വില കുതിച്ചതോടെ അമേരിക്കൻ ഡോളറിന്റെ വിനിമയ നിരക്ക് കൂടി. ഇതോടെ സ്വർണ്ണത്തിന്റെ ഡിമാൻഡ് കുറയുകയും വില ഇടിയുകയും ചെയ്തു. അതേസമയം കഴിഞ്ഞയാഴ്ച സ്വർണ്ണവിലയിൽ നേരിയ മുന്നേറ്റമുണ്ടായിട്ടുണ്ട്. ഏകദേശം 2% വർധനവാണ് രേഖപ്പെടുത്തിയത്. ഇറാനും US-ഉം ചർച്ചകൾ നടത്തുമെന്നും യുദ്ധം അവസാനിക്കുമെന്നുമുള്ള സൂചനകളാണ് വീണ്ടും സ്വർണ്ണത്തിന്റെ ഡിമാൻഡ് കൂട്ടിയത്. ഹോർമുസ് തുറന്നുകൊടുത്തില്ലെങ്കിൽ സൈനിക നീക്കമുണ്ടാകുമെന്ന ഭീഷണി ട്രംപ് നടത്തുമ്പോഴും പിന്നണിയിൽ സമാധാനത്തിനുള്ള ശ്രമങ്ങൾ നടക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. പ്രത്യേകിച്ച് ഇറാന്റെ ആണവ നിലയങ്ങളെ ആക്രമിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളെ ബാധിക്കുമെന്ന ഭീഷണി നിലനിൽക്കെ യുദ്ധം കടുക്കില്ലെന്ന് നയതന്ത്ര വിദഗ്ധരും പറയുന്നു. ഇന്റർനാഷണൽ ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.